ഇതെന്താ? ഇത് വാക്സിലാണ് ഉപയോഗിക്കുന്നത്. വാക്സ് ഇത് വാക്സാണ്. പ്ലാസ്റ്റിക് പ്രിന്റ് ചെയ്യുക, മെറ്റലിൽ പ്രിന്റ് ചെയ്യുക, കളിമണ്ണിൽ പ്രിന്റ് ചെയ്യുക, കോൺക്രീറ്റിൽ പ്രിന്റ് ചെയ്യുക, മനുഷ്യ ശരീരത്തിലെ സെല്ലിൽ പ്രിന്റ് ചെയ്യുക. ഇതാണ് ഈ ബയോ പ്രിന്റർ. ഓക്കെ, പ്രിന്റ് ചെയ്യുക, തുകല് പ്രിന്റ് ചെയ്യുക, മാംസം പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ടെക്സ്റ്റൈൽ അല്ല ഒരു സ്വർണ്ണക്കടയിൽ പോയിട്ട് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങും, ഇതുപോലെ വാക്സിനകത്ത് എന്നിട്ട് ഇത് ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ ഇത് തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട് ഞാൻ കാണുന്നത്. ഗോൾഡ് പൗഡർ, അതിനകത്ത് ഒരു പൗഡറുള്ള ട്രേക്കകത്തേക്ക് ലേസർ അടിച്ചു കൊടുക്കും. എവിടെയാണോ ഇമേജ് അവിടെയുള്ള പൗഡർ ഫ്യൂസ് ആയെന്ന് തോന്നിക്കുകയാണ്. രക്ഷപ്പെട്ടപ്പോൾ അടുത്ത പ്രശ്നം ഇതിന് ശരിക്കും ഇങ്ങനെ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഇത് പണമാണ്. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നതിന് മുമ്പായി ടൈറ്റാനിയം എടുത്ത് ബെൻഡ് ചെയ്ത് ഇതിന് പറ്റുന്ന ഷേപ്പിലേക്ക് മാറ്റും. ഈ ബോഡിക്ക് ഈക്വലൻ്റ് ആവുന്ന രീതിയിൽ മാറ്റും. എന്നിട്ട് എവിടെയൊക്കെയാണോ ഇത് ഹോൾ ചെയ്ത് പിടിപ്പിക്കേണ്ടത്, ഹോൾ ചെയ്ത് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇയാളുടെ തലയോട്ട് ഇത്രയും കനമുണ്ട്. ഇത് 12 വയസ്സുള്ള മെഡിക്കൽ കോളേജിലേക്ക് പിടിക്കുകയാണ്. എൻ്റെ തലയോട്ടിൻ്റെ കനമുണ്ട്. ഇതിന് 4 ഓപ്പറേഷൻ കഴിഞ്ഞ് വെക്കുക. ഇതിൻ്റെ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ കണ്ണ് പുറത്ത് വിട്ടും നെഞ്ച് പുറകോട്ട് വരും. അപ്പം ഇതൊക്കെ ചെയ്യുന്നതിന് സാധാരണഗതിയിൽ ഇതെല്ലാം പണ്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതെല്ലാം തുറന്നു വെച്ചിട്ടാണ് ചെയ്തത്. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാൽ ഇപ്പം അതല്ല, ഡോക്ടർ അതിൻ്റെ പിന്നിൽ തന്നെ ഇതൊക്കെ ചെയ്ത് റെഡിയാക്കി അവിടെ കയറും. പണ്ട് 8 മണിക്കൂർ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ 4-3 മണിക്കൂർ കഴിയും, പെട്ടെന്ന് കഴിയും. കാരണം അതിനുള്ള ഹോളിടാനുള്ള സ്ഥലം വരെ മാർക്ക് ചെയ്താൽ പോകും. അതിനുള്ള സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അവിടെ പോയിട്ട് ഡോക്ടർ ഇത് ലൈവായിട്ട് ഫിക്സ് ചെയ്ത് ഇറങ്ങിപ്പോരാം.